ഇന്ത്യൻ അതിർത്തിയിൽ ചടുലമായ നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആസാം റൈഫിൾസിനെ കൂടാതെ ജാർഖണ്ഡിലും മറ്റും ഈ നക്സൽ ബാധിത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന CRPFന്റെ വലിയ യൂണിറ്റുകൾ തന്നെ കൂട്ടത്തോടെ തന്നെ ജമ്മു കാശ്മീരിലെത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീരിന് ഉള്ളിലുള്ള ഭീകരരെയും തെരയുവാനും ഒപ്പം തന്നെ ഭീകരർക്ക് തിരിച്ചടി നൽകുവാനും CRPF, ആസാം റൈഫിൾസ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളെ സജ്ജീകരിച്ചുകൊണ്ട് കരസേന ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ പൂർണ്ണമായി അതിർത്തിയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു എന്ന് തന്നെയാണ് വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് പൂർണ്ണ സജ്ജമായി തന്നെ ഒരു തിരിച്ചടിക്ക് വേണ്ടി ഇന്ത്യ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചൈനയുമായി വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ ഒരു ചർച്ച നടത്തുകയും അതിർത്തിയിലെ ചൈനയുമായി ലഡാക്ക് അതിർത്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയും ചെയ്തു. കാരണം എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു ആക്രമണത്തിന് പകരം എല്ലാ ഭാഗവും സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ചൈനയുമായിട്ടുള്ള ഒരു അനുരഞ്ജന ചർച്ചാ നയതന്ത്ര നീക്കം നടത്തുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ കൂടുതൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചുകൊണ്ട് അവിടെയും സുരക്ഷിതമാക്കിക്കൊണ്ട് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പാകിസ്ഥാന് നേരെ ഒരു വലിയ തിരിച്ചടിക്കാണോ ഒരുങ്ങുന്നതെന്നാണ് സംശയം ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഒരു വലിയ നീക്കം തന്നെ നടക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.